നമ്മുടെ മമ്മൂട്ടി സിനിമയാണ് ടർബോ. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ടർബോ പുറത്തിറങ്ങി, പടം ഗംഭീരം ആണെന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടി സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. മലയാളത്തിലെ മമ്മൂട്ടി ചിത്രങ്ങൾ, മമ്മൂട്ടി സിനിമകൾ നമ്മളെല്ലാവരും കാണാറുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. പക്ഷേ ഏതൊരു സൂപ്പർ സ്റ്റാറിൻ്റെയും, അതായത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള സ്റ്റാറുകളുടെ സിനിമ ഇറങ്ങുമ്പോൾ ആ ദിവസം തിയേറ്ററിൽ ഫാൻസുകാർ ആഘോഷിക്കുന്നൊരു പതിവുള്ളതാണ്. അപ്പോൾ ഈ ഫാൻസുകാർ ആഘോഷിക്കുമ്പം അത് ഫാൻസുകാർ ഇനി സ്റ്റാറുമായിട്ട് ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് അല്ലാതെ ഉള്ള ആൾക്കാർ, ഫാൻസിൽ പെടാത്ത ആൾക്കാരും പിന്നെ ഒരുപാട് പേര് നൃത്തം ചെയ്തുമൊക്കെ കുട്ടിയൊക്കെ ആഘോഷിക്കാറുണ്ട്. ചില ചെറുപ്പക്കാർ, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സിനിമ കാണാൻ പോകുമ്പോൾ പിന്നെ കൊച്ചു പിള്ളേർ സെറ്റ് അവരൊക്കെ ബഹളം വെച്ച് ചാടിയൊക്കെ നിൽക്കും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആലുവ തിയേറ്ററിൽ ഈ ടർബോ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് കുറച്ച് ആരാധകർ, മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് എല്ലാവരും. ആ ദിവസം ഇറങ്ങുമ്പം അന്ന് ബഹളം വയ്ക്കുന്ന ആൾക്കാരെല്ലാം മമ്മൂട്ടി ഫാൻസുകാരായിട്ടാണ് പോയി ആദ്യ ദിവസം സിനിമ കാണുക എന്നൊക്കെ പറയും. ഫാൻസ് കൊണ്ട് തന്നെയാണ് അത്. അന്ന് അവർ ഇതുപോലെ കുറച്ച് ചെറുപ്പക്കാർ അന്നവിടെ കിടന്ന് പിന്നെ ആരാധന അവിടെ പരിപാടികളൊക്കെ നടത്തി. മമ്മൂട്ടി പടം ഇറങ്ങുന്നിട്ടെന്ന് പടം വിജയിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ്. അത് സ്വാഭാവികമാണ്. അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനുള്ള ആരാധന മൂത്തായിരിക്കാം. അപ്പോൾ എന്തായിക്കോട്ടെ, അതിനെക്കുറിച്ച് ന്യൂസ് 18 ചാനൽ ഒരു ആരോപണം പറയുമെന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിക്ക് ഗുണ്ടകളുമായിട്ട് എന്ത് ബന്ധം? അവരാണ് ഈ കുത്തിപ്പോക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും. ഗുണ്ടകളുടെ കാര്യങ്ങളൊക്കെ അവരിലാണ് ഇരിക്കുകയാണ്. അവരാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദവരാണ്. അതവിടെ നിൽക്കട്ടെ. പോലീസ് ഗുണ്ടാബന്ധമൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പോലീസ് ഗുണ്ടാബന്ധമുണ്ടോ എന്നുള്ളത് കേരളത്തിൽ അറിയാവുന്നൊരു സത്യമാണ്. ഇതൊന്നും അല്ല പറയാൻ വന്നത്. ന്യൂസ് 18 ചാനൽ 2 ദിവസം കൊണ്ട് അതൊന്ന് കുത്തിപ്പൊക്കാൻ നോക്കി. മമ്മൂട്ടിക്ക് ഗുണ്ടകളുമായിട്ട് ബന്ധം, മമ്മൂട്ടി ഉത്തരം പറയണം, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനൊന്നും മമ്മൂട്ടി പ്രതികരിക്കാൻ പോകാറില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മാധ്യമങ്ങൾ പലതും, നമ്മുടെ സാധാരണ ഈ യൂട്യൂബ് മാധ്യമങ്ങളാണല്ലോ കൂടുതലായിട്ട് ഈ കുത്തിപ്പോക്കലിൻ്റെ ആളുകൾ. അപ്പോൾ ABC മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, വിമർശകനാണ് പുള്ളി. വിമർശനം ഒരുപാട് പേർക്കെതിരെ നടത്താം സ്വാഭാവികമായിട്ടും. രാഷ്ട്രീയക്കാർക്കെതിരെ ഞാനും അതിൽ പങ്കുകൊള്ളുന്നു. ഞാനൊരു വിമർശകൻ്റെ റോളിലാണ് പലപ്പോഴും. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം മമ്മൂട്ടി എങ്ങനെയാണെന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിലെ ഗുണ്ടകളെക്കുറിച്ചും മറ്റതും മറിച്ചുമൊക്കെ വാദം ഈ ചാനലിൽ അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ നടത്തിയ ശേഷം, അതായത് ABC മലയാളം ചാനലിൽ ഒരു പ്രസംഗമൊക്കെ നടത്തിയ ശേഷം, ഞാൻ ആ ചാനലിൻ്റെ പേര് തന്നെ പറയാം, പലർക്കും അത് ചിലപ്പം കാണുമായിരിക്കാം. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കൃത്യമായി മറുപടി പറയണം. ആലുവയിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥലം ആലുവ, ഈ ജയശങ്കറിൻ്റെ. അപ്പോൾ ആ ആലുവയിൽ ഈ ഗുണ്ടകൾ അന്ന് നൃത്തം ചെയ്തും, അതായത് ആരാധന മൊത്ത് ആഘോഷം ആക്കിയത്, ഇതിന് ഉത്തരം മമ്മൂട്ടി പറയണം. മമ്മൂട്ടി ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലത് മമ്മൂട്ടി പറയണം. അതല്ലെങ്കിൽ ന്യൂസ് 18-നെതിരെ കേസ് കൊടുക്കണം. മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞൊരു പരിപാടി പുള്ളി ഈ ABC മലയാളത്തിന് വേണ്ടി ഇട്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ കാര്യത്തിൽ ഈ ടർബോയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ കലാകാരന്മാർ, അല്ലെങ്കിൽ സാംസ്കാരിക നായകർ, അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ, അദ്ദേഹത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയിട്ടാണോ ഈ ആഘോഷം സംഘടിപ്പിച്ചത് എന്ന് തുറന്നു പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം കുറഞ്ഞ പക്ഷം ഈ ന്യൂസ് 18 എന്ന് പറഞ്ഞ അപഖ്യാതി പ്രേരിപ്പിക്കുന്ന ചാനലിനെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണം. മാനനഷ്ട കേസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പം. ഡോക്ടർ ജയശങ്കർ വിമർശനം എല്ലാവരോടും ആവാം. പക്ഷേ മമ്മൂട്ടി എന്നാണ് നടന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന് ഈ ജയശങ്കറിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് പലർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു ചാനലുമാണ് നമ്മുടെ കൈരളി ചാനൽ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ മമ്മൂട്ടി. അപ്പം മമ്മൂട്ടിയെ ഈ കൂട്ടത്തിലൂടെ വിമർശിക്കുന്ന പരിപാടിയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ മമ്മൂട്ടി എന്ന് പറയാൻ പറ്റാത്ത, ഇന്ത്യയിലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടി ഈ സാധാരണ ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. മമ്മൂട്ടിയുടെ പണം നിലനിർത്താനോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഒരു വസ്തു വാങ്ങാനോ ഒരു ഗുണ്ടകളുടെ ആവശ്യമില്ല. അപ്പം അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന മമ്മൂട്ടി ഇതിനുവേണ്ടി പ്രതികരിക്കുന്നുമില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും. അദ്ദേഹം പ്രതികരിക്കാൻ പോകത്തില്ല. ഈ ഇതുപോലുള്ള ജയശങ്കർമാരും അല്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂസ് 18 ചാനലുകാരും കേട്ട് ആഘോഷമാക്കി കഴിഞ്ഞാലും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അനാവശ്യമായി പ്രതികരിക്കില്ല. കാരണം അതിനൊക്കെ അപ്പുറമാണ് അദ്ദേഹം. അപ്പോൾ അത്രയേറെ ഒരു വലിയ നടനെ
ഒരു ചാനൽ ഇപ്പം ആരാധനമുഖത്ത് ആർക്കും എന്ത് വേണം വെച്ചാലും മമ്മൂട്ടി എന്ന് പറഞ്ഞതിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓരോ നാട്ടിലും ഓരോ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. ആലുവക്കാരുടെ സ്വഭാവം ആലുവക്കാർ കാണിച്ചു. അവിടുത്തെ എല്ലായിടത്തും ഉണ്ട്. പല തിയേറ്ററിൽ റിലീസാകുമ്പം പല ആഘോഷം കാണിക്കാറുണ്ട്. അതെല്ലാം ഗുണ്ടാവിളയായിട്ടാണെന്നും അല്ലെങ്കിൽ ഗുണ്ടകളാണെന്നും അതിനെല്ലാം മറുപടി ഇടണമെന്നും മമ്മൂട്ടി പറയണമെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മമ്മൂട്ടി എന്ന് തന്നെ അറിയാവുന്ന ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതിന് ടർബോ പടം കണ്ടവർക്ക് പടം നല്ല പടമായിരിക്കാം, ആണോ അല്ലയെന്നുള്ളതല്ല. അങ്ങനെ ഒരു പടം ഇറക്കിയ മമ്മൂട്ടിക്ക് ഈ ടർബോ വിജയിപ്പിക്കാൻ ഗുണ്ടകളെ കൂട്ടെടുപ്പിൻ്റെ ഒരു കാര്യമില്ല. നല്ല പടമാണെങ്കിൽ ജനങ്ങളെ സ്വീകരിക്കും, അത് ഉറപ്പാണ്. മമ്മൂട്ടിയുടെ കമ്പനി തന്നെയാണ് ആ പടം ഇറക്കിയേക്കുന്നത്. അപ്പോൾ നല്ല പടത്തിൻ്റെ പിന്നാലെ ജനം പൊയ്ക്കോളും. അതിന് ഈ ഗുണ്ടകളെ ആവശ്യമൊന്നുമില്ല. അതിന് മമ്മൂട്ടി മറുപടിയും പറയണ്ട. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. വിമർശനം നടത്തുമ്പം മാന്യ വിമർശനം നടത്തുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതൊന്നുമല്ല, ഇങ്ങനെയുള്ള പാളിച്ചകൾ പറ്റാതിരിക്കുക വിമർശനത്തിൽ.